ഇന്ത്യയുടെ പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റത്തിനായി റാംജെറ്റ് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യയുടെ IIT മദ്രാസ് ടീം. ഈ മുന്നേറ്റം ഇന്ത്യയുടെ പീരങ്കി ആയുധ ശേഖരത്തിലെ പ്രധാന ഘടകമായ പിനാക്കയുടെ പരിധി 3 ഇരട്ടിയാക്കും. നിലവിൽ ഉയർന്ന ഊർജ്ജ സംയുക്ത ഖര ഇന്ധന റോക്കറ്റ് മോട്ടോർ ഉപയോഗിക്കുന്ന പിനാക്ക മാക് 2 പരമാവധി ദൂരപരിധി എന്ന് പറയുന്നത് 75 കിലോമീറ്റർ ആണ്. റാംജെറ്റ് പ്രൊപ്പൽഷൻ സംയോജിപ്പിക്കുന്നതിലൂടെ സിസ്റ്റത്തിന്റെ പ്രവർത്തന വഴക്കം നിലനിർത്തിക്കൊണ്ട് ഇതിന്റെ ദൂരപരിധി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ സാധിക്കും. പരമ്പരാഗത റോക്കറ്റ് മോട്ടോറുകളെ അപേക്ഷിച്ച് റാംജെറ്റ് സാങ്കേതിക വിദ്യ ഒരു പ്രത്യേക നേട്ടമാണ് നൽകുന്നത്. ഈ റാംജെറ്റ് പ്രൊപ്പൽഷൻ എന്ന് പറയുന്നത് വായു ശ്വസിക്കുന്ന ഒരു എഞ്ചിൻ രൂപകൽപ്പനയാണ്. ഇത് ഇൻകമിംഗ് വായു കംപ്രസ് ചെയ്യാൻ വാഹനത്തിന്റെ ഫോർവേഡ് മോഷനാണ് ഉപയോഗിക്കുന്നത്. ഇത് ഇന്ധനവുമായി കലരുകയും തീ പിടിക്കുകയും ചെയ്യുന്നു. അതുവഴി ത്രസ്റ്റ് സൃഷ്ടിക്കുന്നു. ഇന്ധനവും ഓക്സിസൈഡറുകളും വഹിക്കുന്ന പരമ്പരാഗത റോക്കറ്റ് മോട്ടോറുകളിൽ നിന്ന് വ്യത്യസ്തമായി റാംജെറ്റുകൾ അന്തരീക്ഷ ഓക്സിജനെയാണ് ആശ്രയിക്കുന്നത്. ഇത് ഉയർന്ന വേഗതയിൽ കൂടുതൽ കാര്യക്ഷമമാക്കുന്നു. അതുപോലെ തന്നെ പിനാക്ക MBRL സംബന്ധിച്ചിടത്തോളം റാംജെറ്റ് പ്രൊപ്പൽഷൻ ഉൾപ്പെടുത്തുന്നത് പ്രൊജക്ടൈലിന്റെ ഫ്ലൈറ്റ് സമയത്ത് സുസ്ഥിരമായ ത്രസ്റ്റ് പ്രാപ്തമാക്കുകയും ട്രാഗ് കുറയ്ക്കുകയും ദൈർഘ്യമേറിയ പാതകൾ അനുവദിക്കുകയും ചെയ്യും. ഒരു ഖര റോക്കറ്റ് മോട്ടോർ ഉപയോഗിച്ച് പിനാക്ക മാക് 2 നിലവിൽ 75 കിലോമീറ്റർ റേഞ്ച് കൈവരിക്കുന്നു. ഇതിനു പകരം റാംജെറ്റ് എഞ്ചിൻ ഘടിപ്പിച്ചാൽ ഈ 75 കിലോമീറ്റർ എന്നുള്ളത് 225 കിലോമീറ്റർ ആയി നീട്ടാൻ സാധിക്കും. ഈ വിപുലീകൃത ശ്രേണി പിനാക്ക MBRL തന്ത്രപ്രധാനമായ ഒരു സ്ഥാനത്ത് സ്ഥാപിക്കും. അതായത് ഇതിന് മുൻനിരകളിലേക്ക് കൂടുതൽ അടുക്കാതെ തന്നെ ശത്രുതയുള്ള പ്രദേശത്തെ ആഴത്തിലുള്ള ശത്രു ആസ്തികളെ ടാർഗറ്റ് ചെയ്യാൻ കഴിയും. ട്രിപ്പിൾ റേഞ്ചുള്ള ഒരു പിനാക്ക MBRL രാജ്യത്തിന്റെ ദീർഘദൂര പ്രസിഷൻ സ്ട്രൈക്ക് കഴിവുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് കാര്യമായ നേട്ടം ഇന്ത്യക്ക് നൽകും. എങ്കിലും ഈ റാംജെറ്റ് പ്രൊപ്പൽഷന് വേണ്ടി പിനാക്ക സംവിധാനം സ്വീകരിക്കുന്നത് കാര്യമായ എഞ്ചിനീയറിംഗ് വെല്ലുവിളികളും ഉണ്ട്. റോക്കറ്റിന്റെ എയറോഡൈനാമിക്സിലും പ്രൊപ്പൽഷൻ സിസ്റ്റത്തിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. കൂടാതെ റാംജെറ്റ് എഞ്ചിനുകൾ വികസിപ്പിക്കുന്നതിന് കാര്യക്ഷമമാണ് എങ്കിലും നൂതന സാമഗ്രികളും നിർമ്മാണ സാങ്കേതിക വിദ്യകളും ഇതിനാവശ്യമാണ്. ഇത് ചെലവ് വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകും. എന്തായാലും ഇങ്ങനെ ഒരു സംവിധാനം ഇന്ത്യ വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഇത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് ഒരു വമ്പൻ നേട്ടം തന്നെയായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.